ഇന്ന് നമുക്കൊരു കനേഡിയൻ ഈദ് കണ്ടാലോ? എന്നാൽ വന്നോളൂ. അങ്ങനെ ഞങ്ങൾ രാവിലെ കുളിച്ച് റെഡിയായിട്ട് ഈദ്ഗാഹിന് പോവുകയാണ് കേട്ടോ. ഇന്ന് ഈദ്ഗാഹ് നടക്കുന്നത് ലേക്ക് വ്യൂ പാർക്ക് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. കാറിലൊക്കെ പോവുകയാണെങ്കിൽ 15 മിനിറ്റ് കൊണ്ടൊക്കെ പോയിട്ട് വരാം. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ നിലനിരുന്ന് പോകാനായിട്ട് കാറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബസ് തന്നെ ശരണം. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാനായിട്ട് തുടങ്ങി. കുറച്ച് നാളായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ലേക്ക് വ്യൂ പാർക്കിലേക്ക് പോകുന്നത്. എന്തായാലും അതിന് വേണ്ടി സമയം കിട്ടിയില്ല. അപ്പോൾ ഇത് അതിനൊരു ചാൻസ് ആയിട്ട് ഞങ്ങൾ എടുത്തു. അങ്ങനെ വളരെ വിജയകരമായി ഞങ്ങളുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ ഇവിടെ വളരെയധികം കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഇത്ര ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നീട് കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ബാക്കിലുള്ള സ്പേസ് എല്ലാം കംപ്ലീറ്റ്ലി ഫില്ലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്ന കാര്യമെല്ലാം വളരെ ഭംഗിയായി നടന്നു. അതിനുശേഷം ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ കുറേ കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇവിടെ രാവിലെ ഫ്രീ ആയിട്ട് ഫുഡ് ഉണ്ടെന്ന്. ക്രൂസാൻഡ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീ, പിന്നെ കപ്പ് കേക്ക്, സമൂസ, ലൈം ജ്യൂസ്, പോപ്കോൺ, അങ്ങനെ പലതരം ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം അത് മേടിക്കാനായിട്ടുള്ള ക്യൂ ആണ്. കിഡ്സിന് വേറൊരു സെക്ഷനാണ്. അവിടെ അവർക്ക് ക്യാൻഡീസും സ്വീറ്റ്സും അങ്ങനെയുള്ള ഐറ്റംസാണ് കൊടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും വെൽ അറേഞ്ച്ഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് കാഴ്ച കാണാനായിട്ട് ഇറങ്ങി. ഇതാണ് പാർക്കിൻ്റെ സൈഡിലുള്ള ലേക്ക് വ്യൂ. നല്ല രസമാണ് ഇവിടെ എല്ലാം കാണാനായിട്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാൻ കേട്ടോ. നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അവിടെ സൈഡിൽ നിൽപ്പുണ്ട്. അവർ അവരുടേതായ രീതിയിൽ റിലാക്സ് ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. ഇവിടുത്തെ ഈ ലോങ് വാക്കിംഗ് ട്രെയിൽസും പിക്നിക് ഏരിയാസും ഈ പ്ലേ ഗ്രൗണ്ടും ഒക്കെയാണ് ഈ ഒരു പാർക്കിൻ്റെ ഭംഗി കുറച്ചും കൂടിയൊക്കെ കൂട്ടുന്നത്. നല്ല രസമാണ് ഇതിലേക്കൂടെ ഇങ്ങനെ വെറുതെ നടക്കാനായിട്ട്. നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്ന് ഇവിടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ലതാണ്. ആക്ച്വലി ഒരുപാട് ഇവൻറ്റ്സും ഫെസ്റ്റിവൽസും കമ്മ്യൂണിറ്റി ഗാദറിങ്സും ഒക്കെ ലേക്ക് വ്യൂ പാർക്ക് ഹോസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും അറിയാത്തതായിട്ടില്ല ഈ ഒരു സ്ഥലം. കാരണം ഇതിൻ്റെ ഒരു ഭംഗി തന്നെ അതിൻ്റെ മെയിൻ അട്രാക്ഷനാണ്. ഇവിടെ ഞാൻ നിസ്കരിക്കാൻ വന്നപ്പോൾ ഒരുപാട് പേരെ ശ്രദ്ധിച്ചിരുന്നു. കാഴ്ചയിൽ മലയാളികളെ കണക്കിരുന്നാലും അവരൊന്നും മലയാളീസ് അല്ല. ഞാനങ്ങനെ മലയാളിയാണെന്ന് വിചാരിച്ച് കുറച്ച് പേരോടൊക്കെ സംസാരിച്ചു. പക്ഷെ അവരെല്ലാം വേറെ രാജ്യക്കാരായിരുന്നു. ഇവിടെ വന്നതിൽ ഒരൊറ്റ മലയാളി പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിനി കുറച്ച് പച്ചപ്പ് മനോഹാരിതയൊക്കെ കണ്ടിട്ട് വന്നാലോ? എൻ്റെ ബ്ലണ്ടർ മാത്രം കേട്ടാൽ പോരല്ലോ. നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം.
ഇവിടെ കാണാനും അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനും ഒരുപാടധികം കാര്യങ്ങളൊന്നുമില്ലെങ്കിലും വെറുതെ ഇങ്ങനെ ഈ പച്ചപ്പിൻ്റെ നടുക്കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര ഫ്രഷ് ഫീലിംഗ് ആണ്, ഭയങ്കര പോസിറ്റിവിറ്റിയാണ് ഇവിടെ മൊത്തം. അപ്പോൾ കാനഡയിലുള്ള ഞങ്ങളുടെ ഫസ്റ്റ് ഈദ് വിശേഷം അത്രയൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ച് പിക്സും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു. സോ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ആൻഡ് ഗീവ് ഇറ്റ് എ തംസ് അപ്പ്. Also, stay tuned for even more awesome content. So till then, bye.